എ ഹോൾ സിവിലൈസേഷൻ വിൽ ഡൈ ടു-നൈറ്റ്. ബാക്ക് ടു ദി സ്റ്റോൺ ഏജസ്. സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചർ തകർക്കും തുടങ്ങിയ ഭീഷണികൾ ഉയർത്തിയാണ് ട്രംപ് ഇറാനെതിരെ യുദ്ധത്തിനിറങ്ങിയത്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്? മറ്റൊന്നുമല്ല, എതിരാളിയെ ഭീഷണിപ്പെടുത്തി വിട്ടുവീഴ്ച ചെയ്യിക്കുക എന്ന മാഡ് മാൻ തിയറി ഡൊണാൾഡ് ട്രംപ് ഇവിടെ അവലംബിച്ച് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ട്രംപിൻ്റെ ഇത്തരം തീരുമാനങ്ങളെ മാലിഗ്നൻ്റ് നാർസിസം എന്നാണ് മനഃശാസ്ത്രം വിലയിരുത്തുന്നത്. ഇക്കാര്യത്തിൽ ഇറാൻ്റെ സമീപനം എന്തായിരുന്നു? അതാണ് വിചിത്രം. നിലനിൽപ്പ് സമം വിജയം എന്ന മനഃശാസ്ത്ര സമീപനമാണ് അവർ കൈക്കൊണ്ടത്. അതുകൊണ്ട് ട്രംപിൻ്റെ ഇമ്പൾസീവ് ആക്രമണത്തെ അവർ അസ്തിത്വ ഭീഷണിയായി കണ്ട് ചാവേറുകളായി മാറി പ്രതിരോധിക്കുന്നു. അമേരിക്കൻ സഖ്യമുള്ള അയൽ രാജ്യങ്ങളിലെ എണ്ണ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നു. ദീർഘകാല ക്ഷമ, അസമെട്രിക് വില ഉയർത്തൽ, ദേശീയവും മതപരവുമായ ഐക്യം എന്നിവയിലൂടെ ഈ പ്രതിസന്ധി മറികടക്കാൻ ശ്രമിക്കുമ്പോൾ ലോകമാകെ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. 2 ലോക മഹായുദ്ധങ്ങളിലും നമ്മുടെ അടുക്കളകൾ പൂട്ടിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അതും സംഭവിക്കുവാൻ സാധ്യത കണ്ടുവരുന്നു. ആഗോള വിപണിയിൽ ഇന്ധനവില വർദ്ധിക്കുന്നതിനും പശ്ചിമേഷ്യയിൽ ഒരു വലിയ യുദ്ധഭീതി പടരുന്നതിനും ഇത് കാരണമായി. ഇത് അന്താരാഷ്ട്ര തലത്തിൽ സാമ്പത്തിക അസ്ഥിരതയ്ക്കും ആഗോള വിതരണ ശൃംഖലകളുടെ തടസ്സത്തിനും വഴിതെളിക്കുകയും ചെയ്തു. ഈ നടപടികളെ തന്ത്രപരമായ വിവേകശൂന്യത, സ്ട്രാറ്റജിക് ലാക്ക് ഓഫ് ഫോർസൈറ്റ് എന്ന് വിശേഷിപ്പിക്കാം. യുദ്ധം പെട്ടെന്ന് അവസാനിക്കുമെന്നും തങ്ങൾക്ക് ദോഷകരമായി ഒന്നും സംഭവിക്കില്ലെന്നും വിശ്വസിക്കുന്ന ഓപ്റ്റിമിസം ബയാസ് ആണ് ഇപ്പോഴത്തെ ദുരന്തത്തിൻ്റെ യഥാർത്ഥ കാരണം.